എല്ലാ കൂട്ടുകാർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽ സുന്ദരികളായ അഡീനിയത്തിൻ്റെ കെയറിംഗ് ഒന്ന് നോക്കാം. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഇവ ഒരു ഈസി മെയിൻ്റനൻസ് പ്ലാന്റാണ്. കൂടാതെ ജലസേചനവും വളരെ കുറച്ചു മതി. വെള്ളം കുറവാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിന് ജലം കൊടുത്താൽ മതി. കൂടുതലായാൽ ഇതിൻ്റെ കോഡക്സ് അഴുകിപ്പോകും. ഇതിൻ്റെ കോഡക്സാണ് അതിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോഡക്സിലാണ് ഇത് ജലം സംഭരിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി എന്ന് പറയുന്നത്. എൻ്റെ കളക്ഷനിൽ ഒരുപാട് നാടൻ വെറൈറ്റീസും ഹൈബ്രിഡ് വെറൈറ്റീസും ഒക്കെ ഉണ്ട്. നാടൻ വെറൈറ്റീസിനാണ് സീഡ്സ് കിട്ടുന്നത്. ഹൈബ്രിഡ് വെറൈറ്റീസിന് സീഡ്സ് കിട്ടാറില്ല. അതുപോലെ കൊമ്പ് നട്ട് മുളപ്പിക്കുന്ന ചെടികൾക്ക് കോഡക്സ് വരാറില്ല എന്നുള്ളതൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സീഡ്സ് ഇട്ട് മുളപ്പിക്കുന്ന പ്ലാന്റുകൾക്ക് മാത്രമാണ് കോഡക്സ് നന്നായിട്ട് വലിപ്പം വെച്ച് വരാറുള്ളത്. ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് ഒരു ഡിസംബർ ജനുവരിയോടുകൂടി പ്രൂൺ ചെയ്ത് കൊടുക്കാം. 1.5 സെൻറ്റിമീറ്റർ വലിപ്പം കൊമ്പിനുണ്ടെങ്കിൽ വണ്ണം കൊമ്പിനുണ്ടെങ്കിൽ ആ ചെടികളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ പ്രൂൺ ചെയ്യുന്ന ചെടികൾ നന്നായിട്ട് വെയിലത്ത് തന്നെ വെക്കണം. പ്രൂണിങ്ങിൻ്റെ രീതിയൊക്കെ നമ്മുടെ അഡീനിയത്തിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, അതിൽ കാണാൻ കഴിയും. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രൂൺ ചെയ്ത പ്ലാന്റ്സിന് ആവശ്യമായ വളപ്രയോഗവും നടത്തി നല്ല വെയിലത്ത് തന്നെ വെക്കണം. ഒരു 1.5 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടികളിൽ ചെറിയ ചെറിയ ഇലകൾ വന്നു തുടങ്ങും. അപ്പോൾ അതിനാവശ്യമായ ഗ്രോത്തിനാവശ്യമായ വളങ്ങൾ നമ്മൾ കൊടുക്കണം. അത് NPK കൊടുക്കാം, വേറെ ഏതെങ്കിലും ബൂസ്റ്റർ വളങ്ങളുണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഫ്ലവറിങ്ങിനുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലാം കൃത്യസമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ അഡീനിയം നമുക്ക് നിർത്താതെ പൂ തന്നുകൊണ്ടിരിക്കും. മഴക്കാലമായ ഈ പ്ലാന്റുകളെയെല്ലാം മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. മഴ കൊണ്ടാൽ ഈ ചെടികൾ അഴുകിപ്പോകും. ഇടയ്ക്ക് അതിൻ്റെ കോഡക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെറുതായിട്ട് ഞെങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ഒട്ടും തന്നെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. അതുപോലെ സാഫ് എന്ന ഫംഗിസൈഡ് മഴക്കാലത്തും അല്ലാത്ത സമയത്ത് റെഗുലറായിട്ട് കൊടുക്കേണ്ട. സാഫ് മഴക്കാലത്ത് റെഗുലറായിട്ടൊന്ന് കൊടുക്കണം. കാരണം ഹൈബ്രിഡ് വെറൈറ്റീസാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് കോഡക്സ് അഴുകലുണ്ടാകുന്നത്. നാടൻ വെറൈറ്റീസിന് അങ്ങനെ പെട്ടെന്ന് അഴുകലുണ്ടാകാറില്ല. അതുകൊണ്ട് സാഫ് ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മൾട്ടി പെറ്റൽസിലും സിംഗിൾ പെറ്റൽസിലും ഇപ്പോൾ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. ഇവയെല്ലാം കൂടെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു മനോഹര കാഴ്ചയാണ്. ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നാടൻ വെറൈറ്റീസിൽ നിന്ന് കിട്ടുന്ന സീഡ്സിലും ഇപ്പോൾ മൾട്ടി പെറ്റൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഈ വർഷം അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സീഡ്സ് മുളച്ചു വരുന്ന തൈകൾ ഫ്ലവർ വന്നാൽ മാത്രമേ നമുക്കത് ഏതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നഴ്സറികളിലൊക്കെ നല്ല വിലയ്ക്കാണ് ഈ ചെടികൾ കൊടുക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ കുറഞ്ഞ വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭംഗി കാണുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെടിയൊന്ന് നമുക്ക് സ്വന്തമാക്കാൻ തോന്നാറില്ലേ? 10-15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നാടൻ വെറൈറ്റീസൊക്കെ എൻ്റെ കളക്ഷനിലുണ്ട്. അതുപോലെ ഇത് പോട്ട് ചെയ്യാനായി എടുക്കുന്ന ചട്ടികൾ ആഴം കുറഞ്ഞ എന്നാൽ കുറച്ച് വിസ്താരം കൂടിയ ചട്ടികളാണ് വേണ്ടത്. കാരണം ഇതിൻ്റെ കോഡക്സ് നന്നായിട്ട് മുകളിലേക്ക് വെച്ച് വേണം നമ്മൾ ഇതിനെ പോട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ആ ചെടി നന്നായിട്ട് വളർന്നു വരുന്നതും അതുപോലെ കോഡക്സാണ് അതിൻ്റെ ഭംഗിയും. അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്ലവറിൻ്റെ നമ്പർ അനുസരിച്ചാണ് ഓരോ ചെടിയിലും ആ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് വേണ്ടതെന്നുള്ളവർ കൃത്യമായിട്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചാരം അഡീനിയം ചെടികൾക്ക് കൊടുക്കാം. അതുപോലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണക്ക ചാണകം കൊടുക്കാം. പച്ച ചാണകം ഒരു കാരണവശാലും അഡീനിയം ചെടികൾക്ക് കൊടുക്കരുത്. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച് വെച്ച കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് എനിക്ക് ഈ വർഷം നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഓരോ അഡീനിയം ചെടിയെങ്കിലും ഒന്ന് സ്വന്തമാക്കാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുക. നമ്മുടെ പൂന്തോട്ടത്തെ ഈ ചെടികൾ വളരെ മനോഹരമാക്കും. ഈ ചെടികളിലൂടെ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഒരു പരിധി വരെ കിട്ടും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.